ഫസ്റ്റ് ഡേ വരുമ്പോ നിങ്ങൾക്ക് യൂറിൻ ലീക്കേജ് എത്ര വട്ടം ഉണ്ടായിരുന്നു? പെർ ഡേ എത്ര വട്ടം റിപ്പീറ്റഡ് ആയിട്ട് യൂറിൻ ലീക്കേജ് ഉണ്ടായിരുന്നു? അങ്ങനെ എത്ര വട്ടന്നില്ല, എപ്പോഴും യൂറിൻ ലീക്കേജ് ആയിക്കൊണ്ടിരിക്കും. പാമ്പർ ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഡോക്ടറെ കാണാൻ. ഇപ്പൊ പാമ്പർ യൂസ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ചുമക്കുമ്പോ യൂറിൻ പോകുന്നുണ്ടോ? ഇല്ല. ഒരുപാട് വർഷമായിട്ട് ഞാൻ ഇതിന്റെ എത്ര വർഷമായിട്ടാണ്? 12 വർഷമായിട്ടുണ്ട്. 12 years ആയിട്ട്. സോ ഇതിനായിട്ട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടോ? അപ്പൊ കണ്ടിട്ടുള്ളപ്പോ അവരൊക്കെ എന്താ പറയുന്നത്? ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. ആണോ? ഓക്കെ 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 ഓക്കെ. പക്ഷെ ഞാന് ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ അതൊന്നല്ല, ഈ 12 year ആയിട്ട് കുറച്ച് ഇഷ്യൂ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 5-6 വർഷമായിട്ട് എനിക്ക് കൂടുതലായി. എന്നിട്ടാണ് ഞാൻ ഡോക്ടറെ കണ്ടത്. പക്ഷെ എനിക്ക് ഓപ്പറേഷനോടൊന്നും താല്പര്യമില്ല. ബെറ്ററായി. ഒരു 6 ദിവസം ആകുമ്പോ തന്നെ എനിക്കിപ്പോ നല്ല മാറ്റമായി. ഓ ശരി, ഓക്കെ. 6 സിറ്റിംഗില് എത്ര ശതമാനം ബെറ്റർ ആയിരിക്കാം? 100% ബെറ്റർ ആയി തന്നെ ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് ഇപ്പൊ പാമ്പർ വേണ്ട, പേട് വേണ്ട. ശരി ശരി, ഓക്കെ. ഇപ്പൊ ഹാപ്പി ആയിട്ട് ട്രാവൽ ചെയ്യാം. അതെ അതെ പേടിയില്ല, ചിരിക്കാൻ പറ്റും. ഓക്കെ, ചുമക്കാൻ പറ്റും. ഓക്കെ. ജിമ്മില് പോയപ്പോ എന്താ സംഭവിക്കുന്നത്? ജിമ്മില് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജമ്പ് ചെയ്യാൻ പറയുമ്പോഴത്തേനും യൂറിൻ ലീക്കേജ്, ജമ്പിങ് ജാക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ചെയ്ത് കഴിയുമ്പോ എന്താ സംഭവിക്കും? യൂറിൻ നന്നായി പോകും. ഓക്കെ ശരി. ഇപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഒന്നും കുഴപ്പമില്ല, ഇപ്പൊ ഫൈൻ. ഓക്കെ ശരി. ഇപ്പൊ കംപ്ലീറ്റ്ലി റിക്കവറി ആയി. ഓക്കെ ശരി. 6 day ആകുമ്പോഴത്തേനും റിക്കവറായി. 6 സിറ്റിംഗില് തന്നെ റിക്കവറി ആയി. ഓക്കെ. ഇനിയും കൂടെ ഒരു 3 to 4 സിറ്റിംഗ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെൽവിക് ഫ്ലോർ നന്നായിട്ട് സ്ട്രെങ്തൻ ആവും. അതായത് ഈ ഫ്ലോറില്ലേ, ഇവിടെ മസിലാണ് ഉള്ളത്. ഈ മസിൽ ഫുള്ളും വീക്ക് ആയിട്ട് ഉണ്ടായിരുന്നു. ഈ മസിൽ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമുക്ക് യൂറിൻ ലീക്കേജ് ഉണ്ടാവില്ല. മാഡത്തിന് grade 2 പ്രൊലാപ്സ് ഉണ്ടായിരുന്നു. 1 to 2 എന്ന് പറയാം. ആ പ്രൊലാപ്സ് ഉണ്ടായിരുന്നു. യുറേത്രൽ പ്രൊലാപ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ബെറ്റർ ആകുമ്പോഴാണ് ഈ യൂറിൻ ലീക്കേജ് സ്റ്റോപ്പ് ആവുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഡെലിവറിക്ക് ശേഷം യൂറിൻ ബ്ലാഡർ പ്രൊലാപ്സ് ഉണ്ടാവുന്നത്, പിന്നെ യുട്രസ് പ്രൊലാപ്സ് ഉണ്ടാവുന്നത് വളരെ കോമൺ ആണ്. പക്ഷെ അത് റീഹാബിലിറ്റേഷൻ കൊടുത്ത് ബെറ്റർ ആക്കുവാണെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിക്കവറി ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഏത് ഗ്രേഡിലുണ്ടെന്ന് നമുക്ക് നോക്കണം. മാഡത്തിന്റെ ഗ്രേഡ് 2 ആയതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി റിക്കവറി ചെയ്യാൻ പറ്റി. ഓക്കെ. ഇത് കുറച്ചും കൂടെ ആവുമ്പോ ഗ്രേഡ് 3, 4 ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ. പിന്നെ കൂടുതൽ പറയാനുള്ളത് ഇവിടുത്തെ തെറാപ്പിസ്റ്റുകൾ ഒരു രക്ഷയില്ല. അടിപൊളി, അവരുടെ കൺസൾട്ട് ചെയ്യാൻ അടിപൊളിയായിരുന്നു. ഓ ശരി. ട്രീറ്റ്മെന്റ് ശരി മാഡം. ഓക്കെ, താങ്ക് യു സോ മച്ച് മാഡം. ഓക്കെ.